പ്രിയപ്പെട്ട ദൈവജനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. ഞാനിവിടെ ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ കോട്ടയത്ത് വന്ന് എന്നോട് ഈ പ്രസംഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, അതിൻ്റെ വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, പുതുക്കം എന്ന വിഷയം വാസ്തവത്തിൽ അത് നമ്മൾ ദൈവികമായ കാഴ്ചപ്പാടിലും സെക്കുലറായ കാഴ്ചപ്പാടിലും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുമൊക്കെ നമുക്ക് ഈ പുതുക്കത്തെ ഡിഫൈൻ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി 12 ഇവിടെ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ പുതിയ വർഷത്തിൻ്റെ ഏതാണ്ട് 1.5 മാസം നമ്മൾ കടന്നുപോയിരിക്കുകയാണ്. പക്ഷെ ഞാനിവിടെ ഇരുന്ന് ആലോചിച്ചത് പുതുവർഷത്തെ പറ്റിയാണ്. അതൊരു വലിയ, ഒരു പക്ഷേ എല്ലാ വർഷവും നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഒരു വലിയ പുതുക്കമാണത്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ, സാഹിത്യ കൃതികളിലൊക്കെ അതിൽ നിന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കഥയെപ്പറ്റി പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണിപ്പോൾ. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പാതിയിൽ ജനിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ ഏതാണ്ട് മധ്യഭാഗത്തോടടുത്ത് അന്തരിച്ച ലൂസി മോൺഗോമറി എന്ന് പറയുന്ന ഒരു കനേഡിയൻ എഴുത്തുകാരിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മുഴുവൻ പേര് ലൂസി മോഡ് മോൺഗോമറി എന്നാണ്. ഈ ലൂസി മോൺഗോമറിയുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അവർ നോവലുകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, ഉപന്യാസങ്ങൾ എഴുതി, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ഒരു ബഹുമാന്യ മഹിളയാണ്, കഥാകാരിയാണ്. അവരുടെ ഒരുപക്ഷെ പുതുവർഷത്തെപ്പറ്റി, പുതുക്കത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ, അല്ലെങ്കിൽ കയറി വരാൻ എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു കഥയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. ആ കഥയുടെ പേര് അങ്കിൾ റിച്ചർഡ്സ് ന്യൂ ഇയർ ഡിന്നർ എന്നാണ്. അങ്കിൾ റിച്ചർഡ്സ് ന്യൂ ഇയർ ഡിന്നർ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ജീവിത രീതിയല്ലല്ലോ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ. അവിടെ പുതുവത്സര ഡിന്നർ എന്ന് പറയുന്നത് വലിയ ഒരു ചടങ്ങാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്നേഹിക്കുന്നവരൊക്കെ ഒന്നു ചേർന്ന് ആ ഡിന്നറിൽ, ആ വിരുന്നിൽ പങ്കെടുക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന, മുമ്പ് പറഞ്ഞ മാതിരി ഒരു വലിയ പുതുക്കത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ന്യൂ ഇയർ ഡിന്നർ. ലൂസി മോൺഗോമറിയുടെ ഈ കഥ തുടങ്ങുന്നത്, ഈ കഥയിലെ നായിക എന്ന് പറയാമോന്ന് എനിക്കറിയില്ല, ടിസി ബേക്കർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. ഈ പെൺകുട്ടി, ഈ കഥ തുടങ്ങുമ്പോൾ ഈ പെൺകുട്ടിയെ നമ്മൾ കാണുന്നത് ഒരു ചെറിയ കടയിലാണ്. അപ്പോൾ ആ കുട്ടി അവിടെ കടയിൽ വന്ന്, ഇപ്പം നമുക്ക് തോന്നും ആ കുട്ടി അവിടെ ഒരു തീപ്പെട്ടി വാങ്ങാനാണ് വന്നത്. വാസ്തവത്തിൽ നമുക്ക് വിചാരിക്കും, ഇപ്പോൾ ആരെങ്കിലും കുട്ടികൾ തീപ്പെട്ടി വാങ്ങാൻ പോകാറുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം, അല്ലേ? ഇത് പക്ഷേ 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് എഴുതിയ ഒരു കഥയാണ്. അതിലെ തീപ്പെട്ടി നമുക്കറിയാം, അക്കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലും തീപ്പെട്ടി ഒരു പ്രധാന ഉപകരണം തന്നെ ആയിരുന്നു, തീർച്ചയായും. അപ്പോൾ ഈ പെൺകുട്ടി ഈ കടയിൽ വന്ന് തീപ്പെട്ടി വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ആ കടയിലേക്ക് മറ്റൊരാൾ കയറി വരുന്നത് ടിസി കണ്ടു. അത് ആ കുട്ടിയുടെ അപ്പൻ്റെ ചേട്ടനാണ്. ആ വന്നയാളുടെ പേര്, അപ്പൻ്റെ പേര് ആദ്യം പറയാം. അപ്പൻ്റെ പേര് ഇർവിങ് എന്നാണ്, ഇർവിങ്. അപ്പോൾ ഇർവിങ്ങിൻ്റെ മകളാണ് നമ്മളിപ്പോൾ ഈ കഥയുടെ തുടക്കത്തിൽ കാണുന്ന ടിസി. അവിടെ കയറി വന്നത് ആ ടിസിയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ ആദ്യം കഥയുടെ പേരിൽ തന്നെയുള്ള റിച്ചർഡ്. അതാണ് ടിസയുടെ അങ്കിൾ റിച്ചർഡ്.
അപ്പോൾ ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ടിസിയുടെ പിതാവ് ഇർവിങ്ങിൻ്റെ ഭാര്യ വളരെ മുമ്പേ മരിച്ചുപോയി. അപ്പോൾ അവിടെ ആ വീട്ടിൽ, ഇർവിങ്ങിൻ്റെ വീട്ടിലുള്ളത് ഇർവിങ്ങും ഈ മകൾ ടിസിയും മാത്രമാണ്, അപ്പനും മകളും മാത്രം. അപ്പോൾ ഈ അപ്പൻ്റെ ജ്യേഷ്ഠനാണ് അവിടെ ആ കടയിലേക്ക് കയറി വരുന്നത്, ടിസി കാണുന്നത് റിച്ചർഡ്. അപ്പോൾ റിച്ചർഡിൻ്റെ ജീവിതമോ, റിച്ചർഡ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റത്തടിയാണ്. റിച്ചർഡ് മാത്രമാണ് ഉള്ളത് ആ കുടുംബത്തിൽ, ആ വീട്ടിൽ. അപ്പോൾ നമുക്കറിയാം, റിച്ചർഡിൻ്റെ അനിയൻ്റെ മകളാണ് ടിസി ഇവിടെ നിൽക്കുന്നതല്ലേ. ടിസി ഇവിടെ നിൽക്കുന്നത് തീർച്ചയായും റിച്ചർഡ് കണ്ടു കാണും. പക്ഷേ റിച്ചർഡ് അവളെ നോക്കിയില്ല, അവൾക്കൊരു ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പോയിട്ട് ആ കടക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് നിൽക്കുമ്പോൾ സംസാരത്തിൽ നിന്ന് ടിസിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ടിസിക്ക് മനസ്സിലായി, അങ്കിൾ റിച്ചർഡ് വീട്ടിൽ നിന്ന് ഈ കടയിലേക്ക് വന്നതാണല്ലോ. അങ്കിൾ റിച്ചാർഡിനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവിടെ ഒരു സ്ത്രീ വരാറുണ്ട്. ആ സ്ത്രീ ഈ പുതുവത്സരമായിട്ട് ആ സ്ത്രീ ഇന്ന് വരുന്നില്ല. അവരുടെ മോൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്കിള് മാത്രമാണ് ആ വീട്ടിലുണ്ടാവുക. അപ്പോൾ അങ്കിള് പറയുന്നു, റിച്ചർഡ് പറയുന്നു, കടക്കാരനോട് പറയുന്നു, അവിടെ ആരുമില്ലല്ലോ, ഞാൻ അതുകൊണ്ട് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ സ്ത്രീയുമില്ലല്ലോ, അതുകൊണ്ട് രാത്രി കുറച്ച് വൈകിയേ വരുള്ളൂ. വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ആ ന്യൂ ഇയർ ദിനം ഇങ്ങനെ ഏതാണ്ട് ഭക്ഷണമില്ലാതെ, അല്ലെങ്കിൽ വിശേഷാൽ ഭക്ഷണമൊന്നുമില്ലാതെ, ഒരു ന്യൂ ഇയർ ഡിന്നർ ഇല്ലാതെ കഴിക്കാം, അതേ നിവൃത്തിയുള്ളൂ എന്നാണ് ഈ കടക്കാരനോട് ഇദ്ദേഹം പറയുന്നത്. റിച്ചർഡിൻ്റെ അനിയൻ ഇർവിങ്ങിൻ്റെ മകൾ ടിസി കേൾക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നില്ല. അതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വലിയ ശത്രുതയിലാണ്. അതായത് ഇർവിങ്ങും റിച്ചർഡും തമ്മിൽ വലിയ അകൽച്ചയിലാണ്. ഏതാണ്ട് 8 വർഷമായി അവർ തമ്മിൽ മിണ്ടാറില്ല. അത് വാസ്തവത്തിൽ 8 വർഷം മുമ്പ് ഒരു വസ്തു തർക്കത്തിൽപ്പെട്ട് വഴക്കുണ്ടാക്കിയ ജ്യേഷ്ഠനും അനിയനും പിന്നീട് ഒരിക്കലും പരസ്പരം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ റിച്ചർഡ് വളരെ ദൂരെയല്ല താമസിക്കുന്നത്, എന്നാൽ തൊട്ടടുത്തുമല്ല. അപ്പോൾ ഈ ടിസിയുടെ വീട്ടിലാണെങ്കിലോ, അപ്പോൾ ടിസി വിചാരിച്ചു, ടിസിയുടെ പിതാവ് ഇർവിങ് എന്തോ അത്യാവശ്യ കാര്യത്തിനു വേണ്ടി ഒരു യാത്ര പോയിരിക്കുകയാണ്. രാവിലെ പുറപ്പെട്ടു. അപ്പം വൈകിട്ട് വളരെ വൈകിയേ വരുള്ളൂ. അപ്പം മോളോട് പറഞ്ഞു, നീ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ, കാരണം നമുക്കൊരു ന്യൂ ഇയർ ഡിന്നർ നമുക്കില്ല, കാരണം അതിനുള്ള സമയമില്ല, അതിനുള്ള സാവകാശമില്ല. അപ്പോൾ ഈ ടിസി വീട്ടിൽ ചെന്നപ്പോഴേ ആരുമില്ല. പിതാവ് ഒരു യാത്ര പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഈ കഥ നടക്കുമ്പോൾ 17 വയസ്സാണ്. അതായത് അവൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് പിതാവിൻ്റെ ജ്യേഷ്ഠനും തമ്മിൽ വഴക്കുണ്ടാകുകയും ശത്രുക്കളായി തീരുകയും ചെയ്തത്. അപ്പോൾ പെട്ടെന്നൊരു തോന്നലില് ടിസി നടന്ന് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. അത് എന്താണ് അവളെ അതിന് പ്രേരിപ്പിച്ചതെന്ന് അവൾക്കറിയില്ല. അവൾ വിചാരിച്ചു, ഏതായാലും ഇവിടെ ആരുമില്ല, അങ്കിളിൻ്റെ വീട്ടിലാണെങ്കിൽ അങ്കിളിനെ സഹായിക്കുന്ന ആ സ്ത്രീ വന്നിട്ടില്ലെന്ന് അവിടെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് നേരെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആ വീട് അടുക്കളയൊക്കെ ചെറുതായിട്ട് അടച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ടിസി ആ വീട്ടിൽ കയറിയപ്പോൾ അവിടെ അത്യാവശ്യം ഒരു ഡിന്നർ ഉണ്ടാക്കാനുള്ള വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവൾ ആ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച്
ഒരു വിരുന്നൊരുക്കി, ഭക്ഷണം തയ്യാറാക്കി. അപ്പോൾ അവളുടെ ഒരാഗ്രഹം ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ട് അങ്കിൾ റിച്ചർഡ് വരുന്നതിന് മുമ്പ് സ്ഥലം വിടണം. കാരണം അങ്കിൾ വരുമ്പോൾ ഇതൊരു വലിയ സർപ്രൈസ് ആയിരിക്കണം. ഇത് ആരാണ് ഇങ്ങനെ ഒരു സൽക്കാരം, സദ്യ, വിരുന്ന് ഒരുക്കി വെച്ചതെന്ന് ആലോചിക്കണമെന്നൊക്കെയാണ് അവൾ വിചാരിച്ചത്. പക്ഷേ റിച്ചാർഡ് അങ്കിളിന് ഇഷ്ടമാവുമെന്ന് അവൾ കരുതിയ പുഡിംഗ് ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് എന്നാൽ മടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, ആരാണിവിടെ എന്നൊരു ചോദ്യം. അവൾ ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ 9 വർഷമായി ശത്രുക്കളായിരിക്കുന്ന സഹോദരന്മാരിൽ അനിയൻ്റെ മകൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ടിസി വളരെ ക്ഷമാപണത്തോടെ പറഞ്ഞു, അങ്കിളെ, അങ്കിൾ ഇവിടെ ഉണ്ടാവില്ലെന്നും അങ്കിളിൽ നിന്നൊരു ന്യൂ ഇയർ ഡിന്നർ ഉണ്ടാവില്ലെന്നും ഒക്കെ അങ്കിൾ ആ കടയിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് അങ്കിൾ തനിച്ചല്ലേ ഉള്ളൂ, അങ്കിൾ വരുമ്പോഴേക്കും ഇവിടെ ഒരു വിരുന്നൊരുക്കി, എനിക്കാവുന്നത് പോലെ ഒരു വിരുന്നൊരുക്കി വെച്ചിട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നവൾ പറഞ്ഞു. അപ്പോൾ ആ അങ്കിൾ, റിച്ചാർഡ് പറഞ്ഞു, റിച്ചാർഡ് ചോദിച്ച ഇതാണ്, നീ ഇങ്ങോട്ട് വരാൻ നിൻ്റെ അപ്പൻ നിന്നെ അനുവദിച്ചോ? അപ്പോൾ ടിസി പറഞ്ഞു, അപ്പൻ അവിടെ ഇല്ല. അഥവാ ഉണ്ടായിരുന്നാലും തീർച്ചയായും ഇവിടെ പോകരുതെന്ന് അപ്പൻ തീർച്ചയായും പറയുമായിരുന്നില്ല. കാരണം അപ്പന് അങ്കിളിനോട്, ഇർവിങ്ങിൻ്റെ ജ്യേഷ്ഠനായ റിച്ചർഡിനോട് ഇപ്പോഴും വലിയ സ്നേഹമാണുള്ളത്, വലിയ ബഹുമാനമാണുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിച്ചർഡിന് സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നീ വന്നതല്ലേ, ഏതായാലും നീ സദ്യ ഉണ്ടാക്കി നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് റിച്ചർഡ് പറഞ്ഞു, 9 വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ പിണങ്ങാനിടയായ ആ വഴക്കുണ്ടല്ലോ, ആ വഴക്കിൽ എൻ്റെ പങ്കിനെപ്പറ്റി, എൻ്റെ റോളിനെപ്പറ്റി എനിക്ക് വലിയ സങ്കടമുണ്ട്. എനിക്കറിയാം ഞാൻ വളരെ, ഒരു തരത്തിൽ പറഞ്ഞാൽ അനാവശ്യമായ തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഞാൻ അതോർത്ത് എല്ലാ ദിവസവും സങ്കടപ്പെടാറുണ്ട്. പക്ഷേ എനിക്ക് അനിയൻ്റെ അടുത്ത് വന്ന്, ഇർവിങ്ങിൻ്റെ അടുത്ത് വന്ന് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഒരു ദുരഭിമാനം എന്നെ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇത്രയും പറഞ്ഞ് നമ്മുടെ റിച്ചാർഡ് ടിസിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അപ്പോൾ അവളോട് പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൻ്റെ അപ്പനോട് പറയണം, നിൻ്റെ ഡാഡിയോട് പറയണം. പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ സമ്മതിക്കുമെങ്കിൽ, അവന് വിരോധമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി, ഇർവിങ്ങും ടിസിയും കൂടി, അപ്പനും മകളും കൂടി ഇങ്ങോട്ട് വരണം എന്ന് നമ്മുടെ റിച്ചർഡ് പറയുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഞാൻ ഈ 9 വർഷവും ഹാപ്പി ന്യൂ ഇയർ എന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇതിൽ യാതൊരു ഹാപ്പിനെസ്സുമില്ല. കടന്നു പോകുന്ന ഓരോ വർഷത്തിലും, അല്ലെങ്കിൽ ഓരോ വർഷത്തിൻ്റെ ആരംഭത്തിലും, ഓരോ പുതുവർഷത്തിലും എനിക്ക് യാതൊരു ഹാപ്പിനെസ്സുമില്ല. അത് ഹാപ്പിയല്ല എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക്
യഥാർത്ഥത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ തോന്നുന്നു എന്ന് റിച്ചർഡ് പറയുന്നു. അപ്പോൾ ഈ കഥ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് ഈ കഥ പറയുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ അപ്പോൾ നമ്മുടെ ടിസി പറയുന്നു, അങ്കിൾ, എനിക്കിപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുന്നു, ഒരു പുതുവത്സര ഗീതം. വാസ്തവത്തിൽ നമ്മുടെ കഥ എഴുതിയ ലൂസി മോൺഗോമറി ഒരുപക്ഷെ നമ്മളെപ്പറ്റി ഒന്നും ഉദ്ദേശിച്ച് എഴുതിയതാവില്ലല്ലോ കഥ. പക്ഷെ വാസ്തവത്തിൽ അനുരഞ്ജനത്തിൻ്റെ പുതുക്കത്തിൻ്റെ വാസ്തവത്തിൽ പുതുക്കമെന്ന് പറയുന്നത് ഓരോ പുതുക്കവും ഓരോ പുതിയ തുടക്കമാണ്. അതായത് അതിലേക്ക് നയിക്കാൻ ഏറ്റവും നല്ല ഒരു വഴി അനുരഞ്ജനങ്ങളാണ്. ഇപ്പോൾ സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയിരുന്നു, 9 വർഷം അല്ലെ 8 വർഷം പിണങ്ങിയിരുന്നു. ആ പിണക്കം അത് തീർക്കാൻ ഒരു പെൺകുട്ടിയാണ് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ യുവജനങ്ങൾക്ക് ഒരു വലിയ സന്ദേശമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ദുരഭിമാനങ്ങൾക്കും ഒക്കെ ഉപരിയായ ചിന്തകളിലേക്ക് രക്ഷാകർത്താക്കളെ പോലും മാതാപിതാക്കളെ പോലും നയിക്കാൻ കഴിയുന്നവരാണ് മക്കളെന്ന് പറഞ്ഞാൽ പോരാ, യുവാക്കൾ, ചെറുപ്പക്കാർ, യുവത. വാസ്തവത്തിൽ നമുക്കറിയാം, നമ്മൾ ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരൊക്കെ നമുക്കറിയാം പല കാരണങ്ങളാൽ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തിയ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ആയുസ്സിലുടനീളം ജീവിതത്തിലുടനീളം മാറാൻ തയ്യാറാവാതെ നിന്നവരാണ്. പക്ഷേ ഈ ലോകത്തിലേക്ക് പുതിയ വെളിച്ചം വരണമെന്ന്, ഈ പുതിയ ജീവിതങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് വാസ്തവത്തിൽ ഈ അനുരഞ്ജനത്തിൻ്റെ പുതിയ വഴികൾ വെട്ടിത്തുറക്കേണ്ടത് എന്നാണ് ഈ ലൂസി മോൺഗോമറിയുടെ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ മാരാമൺ കൺവെൻഷൻ്റെ ഈ യുവവേദിയിൽ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ഈ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക്, യുവതയ്ക്ക് എങ്ങനെ നമ്മുടെ ലോകത്തെ, നമ്മുടെ മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആലോചനയ്ക്ക് ഈ കഥ പ്രേരകമായെങ്കിൽ എന്ന് ഞാനിങ്ങനെ ഇവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ കൂടെ വാസ്തവത്തിൽ നമുക്കറിയാം ചെറുപ്പക്കാർ അനുരഞ്ജനത്തിൻ്റെ വഴികൾ തുറക്കുന്നവരാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ബൈജു അച്ഛനൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഈ പുതിയ കാലത്ത് നമ്മുടെ റീബൂട്ടിനെ പറ്റി പറഞ്ഞു. നമ്മുടെ റീബൂട്ട് എന്ന് പറയുന്ന അത് ഈ പറയുന്ന നമുക്ക് ഈ പുതുക്കം, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു റിവൈവലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടെത്തലാണ്. ഈ കണ്ടെത്തലുകൾക്ക് ചെറുപ്പക്കാർക്കാണ് ഏറ്റവും പുതിയ ലോകത്തെ പുതിയ കണ്ണിലൂടെ, പുതിയ കാഴ്ചപ്പാടിലൂടെ കാണുന്ന ചെറുപ്പക്കാർക്കാണ് വാസ്തവത്തിൽ ഈ നമ്മളീ പറയുന്ന പഴയ ബാഗേജ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ തോളിൽ നമുക്ക് മുൻപ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ തോളിലെ ആ വലിയ മാറാപ്പുകളുടെ ഭാരം ഇല്ലാതെ നമുക്ക് ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയും എന്ന് 19-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഈ കഥാകാരി പറഞ്ഞു വെച്ചതെന്ന് നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അതിൻ്റെ 1/4 നൂറ്റാണ്ട് തന്നെ പിന്നിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ അവിടെ പുതുക്കിയെടുക്കുകയാണ് നമ്മുടെ കുടുംബത്തെ, ബന്ധങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പുതുക്കിയെടുക്കുന്നു. അപ്പം ഞാനിതിൻ്റെ കൂടെ വളരെ നീട്ടി പ്രസംഗിക്കുന്ന ഞാൻ ഒരു കഥയുടെ ഒരു ചരിത്ര സംഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കാരണം ഈ ചരിത്ര സംഭവത്തിൽ നാം എങ്ങനെ നമ്മളെ കണ്ടെത്തുന്നു എന്നുള്ളതിനുള്ള ഒരു വലിയ സൂചന കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിൽ ചെറുപ്പക്കാർക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ലോക ചരിത്രത്തിൽ, നമ്മുടെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായ സംഭവങ്ങളിലൊന്നായിരുന്നു
ചൈനയിലെ ബെയ്ജിങ്ങിലുണ്ടായ ടിയാനൻമെൻ സ്ക്വയറിലുണ്ടായ അതിഭയങ്കരമായ മനുഷ്യക്കുരുതി കേട്ടിട്ടുണ്ടാവൂലേ? കേട്ടിട്ടില്ലേ? ടിയാനൻമെൻ സ്ക്വയർ ദുരന്തം കേട്ടിട്ടുണ്ടാവുമല്ലോ. 1989 1989 കൃത്യമായി പറഞ്ഞാൽ 89 ജൂൺ 3, 4 തീയതികളിലാണ്. അവിടെ ചൈനയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം, അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് പറയുന്നതൊന്നും നമ്മൾ കാണുന്ന കേൾക്കുന്ന തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അപ്പോൾ അവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ, അതുകൊണ്ടാണ് നാം ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞത്, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വേണ്ടി തലസ്ഥാന നഗരമായ ബെയ്ജിങ്ങിൻ്റെ നടുമുറ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടിയാനൻമെൻ സ്ക്വയറിൽ ഒരുപാട് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ചെറുപ്പക്കാർ അവിടെ സമ്മേളിച്ചിരുന്നു. ഒരു വലിയ പ്രതിഷേധ സമ്മേളനമാണ്. സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ. അപ്പോൾ അവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ നടന്ന ഏറ്റവും ഭീകരമായ അതായത് ഭരണകൂടം നടത്തിയ ഒരു വലിയ കൂട്ടക്കൊല എന്ന് വേണമെങ്കിൽ ഏറ്റവും ലളിതമായി പറയാം. ആയുധങ്ങളൊന്നുമില്ലാതെ ടിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടിയിരുന്ന ഈ ജനങ്ങളുടെ നേരെ, ആയിരക്കണക്കിന് ആളുകളുടെ നേരെ ചൈനീസ് ഭരണകൂടം കടന്നാക്രമണം നടത്തി, വെടിവെച്ചു, നിറയൊഴിച്ചു. ആയിരങ്ങളാണ് മരിച്ചത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കുറച്ച് പേരൊക്കെ ഓർക്കുന്നുണ്ടാവും. ആയിരങ്ങളാണ് മരിച്ചു വീണത്. എത്ര പേർ മരിച്ചുവെന്ന് ഈ 36-37 വർഷം കഴിഞ്ഞിട്ടും ഒരു കണക്കില്ല. ലോകരാഷ്ട്രങ്ങൾ ചൈനയോട് ചോദിച്ചു, കൃത്യമായ കണക്ക് പറയൂ, എത്ര പേര് മരിച്ചു അവിടെ, എത്ര പേരെ നിങ്ങൾ കൊലപ്പെടുത്തി അവിടെ? ചൈന പറഞ്ഞില്ല. ചൈന മൗനം പാലിച്ചു, ഒരു കണക്കും പറഞ്ഞില്ല. പക്ഷേ ആയിരങ്ങൾ എന്നാണ് ടിയാനൻമെൻ സ്ക്വയറിൻ്റെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വ്യതിയാനം കുറിച്ച ഒരാളെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പേര്, നമ്മുടെ ചൈനീസ് പേരെന്നും പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ല. എന്നാലും ഷിൻ ക്യൂ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ചൈനയിൽ അങ്ങനെയാണോ പറയുന്നതെന്ന് തന്നെ എനിക്കറിയാൻ വയ്യ. വാസ്തവത്തിൽ അവരുടെ സ്പെല്ലിങ് നമ്മൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇദ്ദേഹം, നമുക്കറിയാം, ചൈനീസ് ആർമിയുടെ പേര് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, PLA. അപ്പോൾ PLAയുടെ ഒരു ഡിവിഷൻ്റെ കമാൻഡറായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവ് കിട്ടി, നേരെ സായുധസേന നേരെ ടിയാനൻമെൻ സ്ക്വയറിലേക്ക് മാർച്ച് ചെയ്യുക. എന്നിട്ടോ മാർച്ച് ചെയ്തിട്ട് ഇടം വലം നോക്കണ്ട, അവിടെ സമരത്തിലുള്ള, പ്രക്ഷോഭത്തിലുള്ള, പ്രതിഷേധത്തിലുള്ള ആളുകളെ മുഴുവൻ അവരുടെ നേരെ നിറയൊഴിക്കുക, അവരെ വകവരുത്തുക എന്നായിരുന്നു ഉത്തരവ്. നമുക്കറിയാം, ചൈനയിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഒരു പട്ടാള വ്യൂഹത്തിൻ്റെ മേധാവിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയാൽ നമുക്കറിയാം പിന്നെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം അനുസരിക്കേ നിവൃത്തിയുള്ളൂ. നേരെ പട്ടാള ടാങ്കുകൾ ടിയാനൻമെൻ സ്ക്വയറിലേക്ക് നീങ്ങുകയും അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നിഷ്കരണം കൊലപ്പെടുത്തുകയും ചെയ്യുക. അതുമാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല. ചൈനീസ് പട്ടാളത്തിൽ അങ്ങനെ അതിനു മുൻപ് ആരും പറഞ്ഞിട്ടില്ല. മുകളിൽ നിന്നുള്ള ഒരു ഉത്തരവ് അനുസരിക്കാൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിരായുധരായ, ആയുധം ഇല്ലാത്ത ഒരു വലിയ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കാൻ എൻ്റെ സൈനികരോട്
പറയാൻ എനിക്കാവില്ല, ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. എന്തു സംഭവിച്ചു? ചൈനയിലെ സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ അന്ന് തന്നെ അദ്ദേഹം മേജർ ജനറലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പദവി അന്ന് തന്നെ എടുത്തു കളഞ്ഞു. പട്ടാളത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പട്ടാള കോടതി അദ്ദേഹത്തെ വിചാരണ ചെയ്തു. വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈനയിലെ വിചാരണയെപ്പറ്റി നമുക്കറിയാം. അതിന് ആ സർക്കാർ വിചാരിക്കുന്നത് തന്നെയാണ് വിചാരണ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ കൈയോടെ പിടിച്ച് ജയിലിലിട്ടു. 5 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വളരെ വിദൂരമായ മനുഷ്യവാസമൊക്കെ കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നാട് കടത്തി. അവിടെ അദ്ദേഹം 26 വർഷം ഏകാന്തവാസത്തിലായിരുന്നു. 2021 അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചത്. ഈ സംഭവം സാധാരണഗതിയിലെ ചൈനീസ് രാഷ്ട്രീയ വ്യവസ്ഥിതിയിലെ ഇങ്ങനെ ഒരു ഡിസെൻറ്റ്, ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അനുസരണക്കേട് കാട്ടിയ ഒരാളുടെ കഥ ലോകം ഒരിക്കലും അറിയാൻ പോകുന്നില്ല. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം 2025 ഈ പട്ടാള കോടതിയിലെ വിചാരണയുടെ വീഡിയോ എങ്ങനെയോ ചോർന്നു. അതും ഇപ്പോഴും ഒരു അത്ഭുതമാണ്, ഒരു രഹസ്യമാണ്. ആരാണ് ചൈന പോലെ ഒരു രാജ്യത്തിൻ്റെ പട്ടാള കോടതിയിൽ നടന്ന വിചാരണ രംഗങ്ങൾ പകർത്തി പുറം ലോകത്തിന് ആരാണ് കൊടുത്തത്, അതെങ്ങനെയാണ് പുറത്തായതെന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും ചൈനയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ലോകം അറിഞ്ഞത്. ഇപ്പറഞ്ഞ സേനാവ്യൂഹത്തിൻ്റെ നായകൻ എനിക്ക് പറ്റില്ല, എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് കോടതിയിലും അദ്ദേഹം ആവർത്തിച്ചു. അത് ലോകം കഴിഞ്ഞ വർഷം ഈ വീഡിയോ ലീക്ക് ചെയ്ത് പുറത്തു വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു അവസാനം ഇതല്ല എന്ന് വേണേൽ പറയാം. ഈ ചരിത്രം മുഴുവൻ എഴുതിയതിന് ശേഷം ടിയാനൻമെൻ സ്ക്വയറിനെ പറ്റി പുസ്തകങ്ങൾ എഴുതിയ പ്രൊഫസർ ജെറമി ബ്രൗൺ എന്നൊരാളുണ്ട്. അദ്ദേഹം ഒരുപാട് ഗവേഷണമൊക്കെ നടത്തി. അവിടെ എങ്ങനെയാണ് ഈ പ്രതിഷേധം എങ്ങനെയാണ് ആളിക്കത്തിയത്, എങ്ങനെയാണ് ചൈനീസ് ഭരണകൂടം ഡെങ് സിയാവോപിങ്ങിൻ്റെ ഭരണകൂടമാണെന്ന്, ഡെങ് സിയാവോപിങ്ങിൻ്റെ ഭരണകൂടം എങ്ങനെയാണ് നിരായുധരായ ആളുകളെ കൊന്നൊടുക്കിയത് എന്നുള്ളതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ജെറമി ബ്രൗൺ അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പുസ്തകത്തിൻ്റെ ഈ ചരിത്രം നമ്മുടെ സേനാനായകൻ്റെ കഥ പറഞ്ഞതിന് ശേഷം അവസാനം ഒരു ചോദ്യം വായനക്കാരുടെ മുമ്പാകെ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം എന്നാണ് ജെറമി ബ്രൗൺ പറയുന്നത്. ഞാനാണെങ്കിൽ, ഓരോ വായനക്കാരോടുമുള്ള ചോദ്യമാണ്, ഞാനാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ സേനാനായകൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ അവസാനം ചോദിച്ചിരിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനെന്ന് പറയുന്നത് നമ്മളൊക്കെയുമാണ്, നമ്മളെല്ലാവരുമാണ്. ഇതുപോലെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിതരാകുന്നവർക്കൊക്കെയും മുമ്പിൽ ഈ ചോദ്യമുണ്ട്. നമ്മൾ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ, രാജ്യത്തിനെതിരായാലും അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കിരാത തീരുമാനങ്ങൾക്കെതിരാവുമെന്ന് ഉറപ്പുണ്ടായാൽ കൂടി ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ജെറമി ബ്രൗൺ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം കുറിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഈ മാരാമൺ കൺവെൻഷൻ്റെ വേദിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വേണേൽ കൊണ്ടുപോകാവുന്നതാണ്. ഇത്തരം മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ, അതിക്രൂരമായ ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ, നമ്മളാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഇപ്പറഞ്ഞ
പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 38ാം ഡിവിഷൻ്റെ കമാൻഡർ ചെയ്തതുപോലെ എനിക്ക് സാധ്യമല്ല. എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി നിരായുധരായ ആളുകൾക്ക് നേരെ നിറയൊഴിക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകുമോ എന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ ഒരുപാട് ശ്രമം വേണ്ടി വരും, ഒരുപാട് അധ്വാനം വേണ്ടി വന്നേക്കുമായിരിക്കും. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ ഈ മരാമൺ കൺവെൻഷൻ്റെ വചനഭൂമിയിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ ഇത്തരം ചില ചിന്തകൾ കൂടി കൊണ്ടുപോകണം. അനുരഞ്ജനത്തിൻ്റെ ആദ്യം പറഞ്ഞ കഥയിലെ ലൂസി മോൺഗോമറിയുടെ കഥയിലെ അനുരഞ്ജനത്തിൻ്റെ ചെറിയ ഒരു വാക്കുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൂതകാലം മുഴുവൻ തുടച്ചു മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുരഞ്ജനം സാധ്യമാകുന്ന അവസരങ്ങൾ നമുക്കുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത അതികഠിനമായ അതിക്രൂരമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് എന്നെക്കൊണ്ടാവില്ല, എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമുക്ക് ഉണ്ടാകുമോ എന്ന് നമ്മളിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ആത്മാവിനോട് നമുക്ക് ആരും കേൾക്കാതെ ഒന്ന് ചോദിക്കാവുന്നതാണ്. അത് നല്ലതാണ്. ഇങ്ങനെ ഈ ഏക സന്ദേശം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.